ശ്രീ ഷുക്കൂർ പല വസ്തുതകളും മറന്നുപോയി. മൊറാർജി ദേശായിയും അടൽ ബിഹാരി വാജ്പേയിയും എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവരാഞ്ഞെന്ന് ചോദിച്ചു. അവരൊക്കെ കൊണ്ടുവരാഞ്ഞത് കൊണ്ട് തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഈ പറയുന്ന പീഡിപ്പിക്കപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നും ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെ ആവശ്യപ്പെട്ടത്. അതുപോലെ ബംഗാൾ നിയമസഭയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു ഇങ്ങനൊരു നിയമനിർമ്മാണം ഉണ്ടാകണമെന്ന്. അത് അങ്ങ് അന്വേഷിക്കുക. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ തരാം, അങ്ങേക്ക് അത് അന്വേഷിക്കാം. അതവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു പ്രധാന കാര്യം പറഞ്ഞത്, നിങ്ങൾ ജാതി ജാതി ഞാൻ എനിക്ക് പറയാൻ അനുവദിക്കണം. ജാതി സ്ഥായിയാക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നെന്ന് പറയുന്നു. അവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ രാജ്യത്തെ പാവപ്പെട്ട പിന്നോക്കക്കാരൻ്റെയും പട്ടികജാതിക്കാരനും കൊടുക്കുന്ന സംവരണം തട്ടിമാറ്റി മതന്യൂനപക്ഷത്തിലും അതിലും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് പറയുമ്പം അത് ചൂണ്ടിക്കാണിക്കേണ്ടത് അതിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചുമതലയാണ്, ബാധ്യതയാണ്. പിന്നെ വേറെ ഒന്ന് നിങ്ങൾ സംവരണം എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആളുകൾക്ക് 10% സംവരണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിനുവേണ്ടി 2018 മോദി സർക്കാർ നിയമനിർമ്മാണം ചെയ്തപ്പോൾ അതിനെ ഒവൈസിയോടും മുഹമ്മദ് ബഷീറിനോടും ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ MP തിരുവനന്തപുരത്തിന്റെ MP പ്രത്യേക സമുദായത്തിന് കൊടുക്കും ശശി തരൂര് എന്തിനാണ് സാമ്പത്തിക സംവരണത്തെ എതിർത്തത്? ഇനി അടുത്ത ചോദ്യം, സനാതന ഹിന്ദുവിനെ സനാതന മതത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ INDA മുന്നണിയോട് ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ ഭ്രാന്ത് പറയുന്ന മുസ്ലിം വർഗീയതയോട് അതിനെ ചേർന്ന് നിൽക്കുന്നവരോട് അവരോട് ചേർന്ന് പോകുന്ന രാഷ്ട്രീയം പറയുമ്പോൾ വർഗീയതയുടെ ഭാഷ പറയുമ്പോൾ നല്ലതല്ല. അദ്ദേഹത്തിന്റെ ശബ്ദം കുറയ്ക്കാനുള്ള കാര്യം ചെയ്യണം. പല കാര്യങ്ങൾ വീണ്ടും പറയാനുണ്ട്. അതേ ശശി തരൂർ തന്നെയാണ് ഇത് കേവലം ഒരാളുടെ വാദമല്ല, മണിശങ്കരയുടെ മാത്രമല്ല. കഴിഞ്ഞയാഴ്ച ബംഗ്ലാദേശിലെ പത്രത്തില് കാശ്മീരിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് പാക് അഡ്മിനിസ്ട്രേറ്റഡ് പാകിസ്ഥാൻ ബൈ ഇന്ത്യ എന്ന് പറഞ്ഞ ശശി തരൂരിന്റെ വാദം വർഗീയതയ്ക്ക് കൊടപിടിക്കുന്നതല്ലേ? ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു സർക്കാരും കാശ്മീരിനെ അഡ്മിനിസ്ട്രേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടില്ല. അത് പാകിസ്ഥാന്റെ ഭാഷയാണ്. അല്ല, അത് മാത്രമല്ല, പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രിയല്ലേ രാഹുലിന് വേണ്ടി വാദിച്ചത്. അതുപോലെ രാഹുലിന് വേണ്ടി പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെടുന്നു. അതെ, മാത്രമല്ല രാഹുല് ഇമ്രാൻഖാൻ പ്രശ്നത്തിലായിരുന്നപ്പം, ഇമ്രാൻഖാൻ വെല്ലുവിളിക്കപ്പെട്ടപ്പം ഐക്യരാഷ്ട്രസഭയിലും പാക് നിയമസഭയിലും ഇമ്രാന് പറയുന്നതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഉദ്ധരണിക്ക് അവസരമുണ്ടാക്കി കൊടുത്തത് രാഹുൽ ഗാന്ധി ആയിരുന്നില്ലേ? അതുപോലെ ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലെ ആ പാക് ഖാലിസ്ഥാൻ അനുകൂലിയായ MP അടുത്ത് പോയി ചങ്ങാത്തം കൂടിയത് രാഹുൽ ഗാന്ധി അല്ലേ? വേണ്ട, ഓരോ പ്രദേശങ്ങളിലും വർഗീയതയുടെ വിഷവിത്ത് എറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വീണ്ടും വീണ്ടും ശ്രമിച്ച രാഹുലിന് അവസാനം മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള വർഗീയ വോട്ട് സമാഹരിക്കാൻ സൗകര്യമുള്ള വയനാട്ടിൽ അഭയം നേടേണ്ടി വന്നില്ലേ? ഭാരതത്തിലെ ജനങ്ങള് മണ്ടന്മാരാണ്, അവരറിവില്ലാത്തവരാണെന്ന് കരുതുന്ന അവസ്ഥ മാറ്റിവെക്കുക. വികസനത്തിന്റെ കാര്യം അങ്ങ് പറഞ്ഞു. വികസനത്തിന്റെ കാര്യത്തില് ഭാരതം കൃത്യമായും 3ാമത് സാമ്പത്തിക ശക്തിയായി ലോകത്ത് വളരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം 5ാമത്തെ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും
ഭാരതം 84 വെகு ദൂരം മുന്നോട്ട് പോവുകയാണ്. $1 കിട്ടാൻ ഇത് കാണുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. കൺക്ലൂഡ് ചെയ്യാം. കാണിച്ചിട്ട് ഒരു വിഷമമില്ല. അതുകൊണ്ട് വലിയ വർഗീയതയുടെ ഭാഷ, രാജ്യത്ത് ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ ഭാഷ, ദേശവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ അജണ്ട അത് നടക്കില്ല. യെസ്. മണിശങ്കരയ്യർ പറഞ്ഞാലും രാഹുൽ പറഞ്ഞാലും പ്രിയങ്ക പറഞ്ഞാലും സോണിയ പറഞ്ഞാലും ഭാരതം അതിനെ പ്രതിരോധിക്കും.